പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായയുടെയും കാപ്പിയുടെയും കൂടെ കറുമുറ കുറിക്കാൻ പറ്റിയ ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് തനിയെ കഴിക്കാനും നല്ലതാണ്. ഈ ക്രിസ്പി ചിപ്സ് വളരെ പോഷകങ്ങൾ നിറഞ്ഞ ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എണ്ണയിൽ വറുത്തും വറക്കാതെയും ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പ്, മൂങ് ദാൽ നന്നായി കഴുകിയിട്ട് 2 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഇത് ഒരു അരിപ്പയിലിട്ട് മിക്സിയുടെ ജാറിൽ അരയ്ക്കാനായിട്ട് മാറ്റി വെക്കുക. മിക്സിയിലേക്ക് ഒരു വറ്റൽ മുളകും കൂടെ ഇടണം. ഇതിലിടുന്ന മസാലകളൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ച് നന്നായി അരയ്ക്കുക. ആവശ്യമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലവണ്ണം അരയ്ക്കണം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായി അരച്ചതിന് ശേഷം ഇത് ബൗളിലേക്ക് ഒഴിക്കുക. ഇനി ഇത് ടൈറ്റ് ആകാനായിട്ട് 1 കപ്പ് നൈസായ അരിപ്പൊടി ചേർക്കുന്നു. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കുക. മാവ് കുറച്ചുകൂടി ടൈറ്റ് ആകാനുണ്ട്. അതുകൊണ്ട് 1/2 കപ്പ് മൈദ കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണേലും ഉപയോഗിക്കാം. കുറേ കഴിയുമ്പോൾ മാവ് ടൈറ്റ് ആകാൻ തുടങ്ങും. ആ സമയത്ത് കൈകൊണ്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഇവിടെ ഞാൻ കുറച്ച് അയമോദകം കൂടി ഇതിലേക്ക് ചേർക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മസാലകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിനകത്ത് ചേർക്കാം. നന്നായി കുഴച്ചിട്ട് മാവ് സോഫ്റ്റ് ആക്കുക. അങ്ങനെ സോഫ്റ്റ് ആയെങ്കിൽ നമ്മൾ പരത്തി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കത്തുള്ളൂ. നല്ലതായിട്ട് കുഴച്ചതിന് ശേഷം ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. പൊടിയിൽ മുക്കി പരത്തിയെടുക്കാം. ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിക്കാം. അങ്ങനെയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. പരത്തിയ എടുത്തതെല്ലാം ഫോർക്ക് കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ചൂടായ എണ്ണയിലിടുമ്പോൾ ഇത് പൂരി പൊങ്ങുന്ന പോലെ പൊങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഫോർക്ക് കൊണ്ടിങ്ങനെ കുത്തണമെന്ന് പറയുന്നത്. പരത്തിയെടുത്തതെല്ലാം ചൂടായ എണ്ണയിലേക്ക് ഇടുക. എണ്ണ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കണം. എണ്ണയിൽ ഇട്ട ഉടനെ ഇളക്കരുത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാവൂ. ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ എണ്ണയിൽ നിന്നിത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ചെറുപയർ ഉപ്പേരിയുടെ റെഡിയായി. ഇത് തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോസ് കൂട്ടിയോ ചട്നി കൂട്ടിയോ ഒക്കെ കഴിക്കാം. വെറുതെ കുറിക്കാനൊക്കെ നല്ലതാണ്. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് ചിപ്സ് ഞാൻ എണ്ണയിൽ വറക്കാതെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ക്രിസ്പിയും ടേസ്റ്റിയുമാണ്. എന്നാൽ എണ്ണയിൽ വറുത്തതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ന്യൂട്രീഷ്യസ് ചിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.